സച്ചിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആമിയെ കണ്ട് രേവതിക്കാകെ ദേഷ്യം വരികയും മാല കെട്ടുന്നത് നിർത്തുകയും ചെയ്യുന്നു. ശേഷം ആമി സച്ചിയോട് പൂ വെച്ച് തരാൻ പറയുമ്പോൾ സച്ചി അത് ശ്രുതിനെ ഏൽപ്പിക്കുകയും ശ്രുതി തലയിൽ പൂ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് നീലിമ വിളിച്ചിട്ട് ശ്രുതി ഫോൺ എടുക്കാതെ വരുന്നതോടെ മെസ്സേജ് അയച്ച് നീലിമ ശ്രുതിനെ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ ശ്രുതിക്കാകെ ടെൻഷനാവുന്നു. പിന്നീട് സച്ചിയോടുള്ള ആമിയുടെ പെരുമാറ്റത്തെ പറ്റി ഓർത്ത് രേവതി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വർഷ അവിടേക്ക് എത്തുകയും ആമിക്ക് ചെറിയ മാല കെട്ടി കൊടുത്തതിന് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ രേവതി വർഷയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ചന്ദ്രമതി ശ്രുതിനെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്നു. തുടർന്ന് ശ്രുതിയാണ് വീട്ടുജോലികൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു. ശേഷം സച്ചി ആമിക്കൊപ്പം ക്ഷേത്രത്തിൽ പോകുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ആമി സച്ചിയോട് ദേഷ്യപ്പെടുന്നു. ഇതേസമയം അവിടെ എത്തുന്ന രവീന്ദ്രന്റെ നിർബന്ധപ്രകാരം മനസ്സില്ലാ മനസ്സോടെ സച്ചി പോകുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന ശ്രുതി സച്ചി ആമിക്കൊപ്പം ക്ഷേത്രത്തിൽ പോയി എന്നും ഇനി വൈകുന്നേരം വരുമെന്നെല്ലാം പറഞ്ഞ് രേവതിനെ എരിവ് കയറ്റാനായി ശ്രമിക്കുന്നു. ഇത് കേട്ട് വരുന്ന രവീന്ദ്രൻ സച്ചിക്ക് പോകാൻ മനസ്സില്ലായിരുന്നുവെന്നും ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവനൊപ്പം പോയതെന്നും രേവതിയോട് പറയുന്നു. തുടർന്ന് രേവതിയുടെ മുഖം മാറുന്നതോടെ രവീന്ദ്രനാകെ സങ്കടമാകുന്നു. പിന്നീട് സച്ചിയും ആമിയും പുറത്തു പോയിട്ട് വരുമ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന രേവതിനെ കണ്ട് സച്ചി ആകെ പേടിച്ചു പോകുന്നു. ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി എന്നും സച്ചിയുടെ ഒരു പരിചയക്കാരനെ കണ്ടപ്പോൾ ഞാൻ സച്ചിയുടെ വൈഫാണോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നും ഞങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചു എന്നെല്ലാം ആമി പറയുന്നതോടെ രേവതിക്കാകെ സങ്കടമാകുന്നു. തുടർന്ന് അവിടെ നിന്നും സച്ചി ഓടി രക്ഷപ്പെടുമ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലെന്ന് രേവതി മനസ്സിൽ ചിന്തിക്കുന്നു. പിന്നീട് രാത്രി കിടക്കാനായി ആമിയുടെ മുറിയിലേക്ക് എത്തുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.